ഒരിക്കൽ മൂസ നബി അലൈഹിവസല്ലം ബനൂ ഇസ്രായേലരോട് പ്രസംഗിക്കുകയായിരുന്നു. പ്രസംഗം കേട്ട് പലരുടെയും കണ്ണുകൾ നിറഞ്ഞു ഒഴുകി. പ്രസംഗം കഴിഞ്ഞ ഉടൻ ഒരാൾ എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ അങ്ങയേക്കാൾ അറിവുള്ളവരായി ഈ ഭൂമുഖത്തു മറ്റാരെങ്കിലും ഉണ്ടോ? മൂസ നബി അലൈഹിവസല്ലം ഇല്ല എന്ന് മറുപടി നൽകി. അല്ലാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് പറയാൻ മൂസ നബി അലൈഹിവസല്ലം മറന്നുപോയി. ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മൂസ നബി അലൈഹിവസല്ലമയെ ഒന്ന് പരീക്ഷിക്കാൻ അല്ലാഹു തീരുമാനിച്ചു. അല്ലാഹു മൂസ നബി അലൈഹിവസല്ലം വഹിയ് നൽകി. സ്ഥാനത്ത് ആണ് അദ്ദേഹം കഴിയുന്നത്. മൂസ നിന്നെക്കാൾ അറിവുള്ള അടിമ എനിക്കുണ്ട്. 2 സമുദ്രങ്ങളുടെ സംഗമ. മൂസ നബി അലൈഹിവസല്ലം അല്ലാഹുവിനോട് ചോദിച്ചു, രക്ഷിതാവേ, അദ്ദേഹത്തെ കാണാൻ എന്താണ് ഒരു വഴി? അല്ലാഹു പറഞ്ഞു, താങ്കൾ ഒരു മത്സ്യത്തെ വേവിച്ചു കുട്ടയിലാക്കി കടൽ തീരത്ത് കൂടി സഞ്ചരിക്കുക. എവിടെ വെച്ചാണോ താങ്കൾക്ക് ആ മത്സ്യത്തെ നഷ്ടമാവുന്നത്, അവിടെ അദ്ദേഹം ഉണ്ടാവും. മൂസ നബി അലൈഹിവസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം വേവിച്ച മത്സ്യവുമായി നടക്കാൻ ആരംഭിച്ചു. വിശ്വസ്ത ശിഷ്യൻ യൂഷഹ ഇബ്നു നൂറാൻ ഈ യാത്രയിൽ മൂസ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. പിൻകാലത്ത് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിച്ചു. കുറെ ദൂരം നടന്ന് അവർ ഒരു പാറയുടെ സമീപം എത്തി. ക്ഷീണിതനായ മൂസ നബി അലൈഹിവസല്ലം മത്സ്യം സൂക്ഷിക്കാൻ ശിഷ്യനെ ഏൽപ്പിച്ചു. മൂസ നബി അലൈഹിവസല്ലം പാറയിൽ തലവെച്ച് ഒന്ന് മയങ്ങി. ശിഷ്യൻ മത്സ്യത്തിന് കാവലിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മത്സ്യത്തിന് പുതുജീവൻ കൈവന്നു. അത് സമുദ്രത്തിലേക്ക് എടുത്തു ചാടി കുഴിയിട്ടുപോയി. അത് പോയ വഴിയെ ദ്വാരം പോലെ കാണപ്പെട്ടു. മൂസ നബിയുടെ ശിഷ്യന് അത് കണ്ട് അമ്പരന്നിരുന്നു. മൂസ നബി അലൈഹിവസല്ലമയെ വിളിച്ചുണർത്തുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ അദ്ദേഹം ഉണർന്നിട്ട് പറയാൻ നിശബ്ദനായി ഇരുന്നു. പക്ഷേ മൂസ നബി അലൈഹിവസല്ലം ഉണർന്നപ്പോൾ ആ കാര്യം പറയുന്നത് പിശാച് ശിഷ്യനെ മറപ്പിച്ചു കളഞ്ഞു. ക്ഷീണം തീർന്ന് അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. രാവും പകലും നടന്ന് തളർന്ന മൂസ നബി അലൈഹിവസല്ലം ശിഷ്യനോട് ഭക്ഷണം എടുക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്താണ് ശിഷ്യന് മത്സ്യത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. ശിഷ്യൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് കേട്ട് മൂസ നബി അലൈഹിവസല്ലം ശിഷ്യനോട് കോപിച്ചില്ല, ശിക്ഷിച്ചതുമില്ല. ശാന്തനായി അദ്ദേഹം പറഞ്ഞു, അത് തന്നെയാണല്ലോ നാം ആഗ്രഹിക്കുന്നത്. നമുക്ക് അവിടേക്ക് തന്നെ മടങ്ങാം. അവർ വന്ന വഴിയെ തിരികെ നടന്നു. മുൻപ് വിശ്രമിച്ച പാറകല്ലിന് സമീപം എത്തിയപ്പോൾ അവർ ആ കാഴ്ച കണ്ടു. ഒരു വന്യവായോധികൻ ആ സമുദ്രതീരത്തിരിക്കുന്നു. എന്തോ ഉരുവിടുന്നുണ്ട്. കിളിർ നബി അലൈഹിവസല്ലം ആയിരുന്നു അത്. കിളിർ നബി അലൈഹിവസല്ലമയുടെ കൂടെ മൂസ നബിയും കടൽ തീരത്ത് കൂടിയാത്ര തുടർന്നു. കുറെ ദൂരം ചെന്നപ്പോൾ കടലിൽ അതാ ഒരു കപ്പൽ നിൽക്കുന്നു. തങ്ങളെ കൂടെ കപ്പലിൽ കയറ്റണമെന്ന് കിളിർ നബി അലൈഹിവസല്ലം ആ കപ്പൽ ജീവനക്കാരോട് പറഞ്ഞു. കിളിർ നബി അലൈഹിവസല്ലമയെ തിരിച്ചറിഞ്ഞ അവർ പ്രതിഫലം വാങ്ങാതെ അവരെ കപ്പലിൽ കയറ്റി. അവർ കപ്പലിൽ യാത്ര തുടർന്നു. അധിക ദൂരം ചെന്നില്ല. കിളിർ നബി അലൈഹിവസല്ലം തന്റെ കയ്യിലുള്ള ചെറിയ മഴുവെടുത്ത് കപ്പലിന്റെ ഒരു പലക വെട്ടി പൊളിച്ചു. ആരും കാണാതെ മൂസ നബി ആ കാഴ്ച കണ്ടു. മൂസ നബി അലൈഹിവസല്ലമ്മക്ക് അത് സഹിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, പ്രതിഫലം പോലും വാങ്ങാതെയാണ് അവർ നമ്മെ കപ്പലിൽ കയറ്റിയത്. എന്നിട്ട് അവരുടെ കപ്പൽ കേടുവരുത്തുകയാണോ? കിളിർ നബി അലൈഹിവസല്ലം വളരെ ശാന്തമായി പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയില്ലെന്ന്. മൂസ നബി കിളിർ നബി അലൈഹിവസല്ലമയോട്, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും ഞാൻ ചോദ്യം ചെയ്യുകയില്ല എന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് കിളിർ നബി അലൈഹിവസല്ലമയുടെ കൂടെ പുറപ്പെട്ടത്. അത് മൂസ നബി അലൈഹിവസല്ലം ഓർമ്മ വന്നു. മൂസ നബി പറഞ്ഞു, ഞാൻ വാക്ക് തന്നത് മറന്നുപോയി. ഇതിന്റെ പേരിൽ താങ്കൾ നടപടി ഒന്നും സ്വീകരിക്കരുത് എന്ന് അപേക്ഷിച്ചു. ഒരു പലക ഇളകിപ്പോയത് കണ്ട് കപ്പിത്താൻ കപ്പൽ കരക്ക് അടുപ്പിച്ചു. കിളിർ നബിയും മൂസ നബി അലൈഹിവസല്ലമായും വീണ്ടും കടൽ തീരത്ത് കൂടി നടക്കാൻ ആരംഭിച്ചു. അതിന്റെ കൊച്ചു ചുണ്ടിൽ നിറയ്ക്കുന്നു. വിശാലമായ സമുദ്രത്തിൽ നിന്നും ആ ചെറു പക്ഷി കൊക്കിൽ കൊത്തിയെടുത്ത അത്ര തുച്ഛമാണ് അല്ലാഹുവിന്റെ അറിവുമായി വെച്ച് നോക്കുമ്പോൾ എന്റെയും താങ്കളുടെയും വിജ്ഞാനം. മൂസ നബി അബോധ്യമായി. യാത്രയുടെ ലക്ഷ്യവും അതായിരുന്നല്ലോ. വീണ്ടും അവർ യാത്ര തുടർന്നു. കുറെ ദൂരം നടന്നപ്പോൾ കുറെ കുട്ടികൾ കളിക്കുന്നത് കണ്ടു. കിളിർ നബി അലൈഹിവസല്ലം ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. ആ കുട്ടി അടുത്തേക്ക് ഓടി വന്നു. കിളിർ നബി അലൈഹിവസല്ലം ആ കുട്ടിയെ കൊന്നു.
ആ ഭീകരദൃശ്യം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനു മുൻപേ അവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു. ദേഷ്യത്തിൽ ചോദിച്ചുപോയി, യാതൊരു തെറ്റും ചെയ്യാത്ത കുട്ടിയെ വെറുതെ കൊന്നു കളഞ്ഞില്ലേ? താങ്കൾ ചെയ്തത് കടുത്ത അപരാധമാണ്. ഈ തവണയും മൂസ നബി അലൈഹിവസല്ലമക്ക് അത് സഹിച്ചില്ല. മൂസ നബി അലൈഹിവസല്ല പറഞ്ഞു, താങ്കളോടല്ലേ ഞാൻ പറഞ്ഞിരുന്നത് താങ്കൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു വരാൻ കഴിയില്ലെന്ന്. മൂസ നബി അലൈഹിവസല്ലം ഖേദത്തോടെ പറഞ്ഞു, ഈ തവണ കൂടി എനിക്ക് മാപ്പ് തരണം. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കൂടെ കൂട്ടേണ്ടതില്ല. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. ഷാമിലെ അന്തക്കിയ ഗ്രാമത്തിലാണ് അവർ എത്തിപ്പെട്ടത്. ദീർഘമായ കാൽനടയാത്ര കാരണം അവർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഗ്രാമവാസികളോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ടു, പക്ഷെ ആരും നൽകിയില്ല. മൂസ നബി അലൈഹിവസല്ലമക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അതൊന്നും കാര്യമാക്കാതെ കിളർ നബി അലൈഹിവസല്ലം തൊട്ടടുത്തു പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ നന്നാക്കാൻ തുടങ്ങി. വളരെ വേഗത്തിൽ ജോലി തീർത്തു. ഒന്നും ചോദിക്കരുത് എന്ന ഉടമ്പടി മൂസ നബി അലൈഹിവസല്ലം വീണ്ടും ലംഘിച്ചു. നമുക്ക് ഭക്ഷണം പോലും തരാൻ തയ്യാറാവാത്ത ഇവരുടെ മതിൽ വെറുതെ നന്നാക്കി കൊടുക്കുകയാണോ താങ്കൾ? താങ്കൾ ഉദ്ദേശിക്കുന്ന പക്ഷം നമുക്ക് അതിന് കൂലി വാങ്ങാമായിരുന്നില്ലേ? കിളർ നബി അലൈഹിവസല്ലം പറഞ്ഞു, ഇതാ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഞാൻ ചെയ്തതിന്റെയൊക്കെ അകപ്പൊരുൾ ഞാൻ താങ്കൾക്ക് വിശദീകരിച്ചു തരാം. ആദ്യം നമ്മൾ കയറിയ കപ്പൽ ഉണ്ടല്ലോ, അത് പോകുന്ന നാട്ടിൽ ഒരു രാജാവ് ഉണ്ട്. അയാൾ നല്ല കപ്പലുകളെല്ലാം പിടിച്ചെടുക്കും. കേട്പാടുകളുള്ള കപ്പലുകൾ അയാൾ തിരിഞ്ഞു നോക്കുക പോലുമില്ല. നാം കയറിയ കപ്പൽ നല്ലതായിരുന്നു. മുന്നോട്ടു പോയാൽ ആ രാജാവ് അത് പിടികൂടും. അത് കാരണം തൊഴിലാളികൾ പ്രയാസത്തിലാവും. അതിനാലാണ് ആ കപ്പൽ കേടുവരുത്തിയത്. രണ്ടാമതായി നടന്ന സംഭവം, ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ലവരും സത്യവിശ്വാസികളുമാണ്. ആ കുട്ടി വളർന്ന് വലുതായാൽ അവൻ കാരണം അവൻ വഴിപിഴക്കാനും അവിശ്വാസിയാകാനും സാധ്യതയുണ്ട്. ഈ കുട്ടിയേക്കാൾ ശുദ്ധനും നല്ലവനുമായ മറ്റൊരു കുട്ടിയെ അള്ളാഹു പകരം കൊടുക്കും എന്ന് അറിവ് ലഭിച്ചിട്ടുണ്ട് കിളർ നബി അലൈഹിവസല്ലമയുടെ. അതുകൊണ്ടാണ് ആ കുട്ടിയെ വകവരുത്തിയത്. ആ മാതാപിതാക്കൾക്ക് പ്രവചനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പിൽക്കാലത്ത് ആ മാതാപിതാക്കൾക്ക് ഒരു കുഞ്ഞു പിറന്നതായും ആ കുഞ്ഞിന്റെ സന്താന പരമ്പരയിൽ 70ഓളം പ്രവാചകന്മാർ ജന്മം എടുത്തതായും ചരിത്രം പറയുന്നുണ്ട്. ഞാൻ ആ മതിൽ നന്നാക്കിയത് അത് 2 അനാഥകുട്ടികളുടേതാണ്. അവരുടെ പിതാവ് അവർക്ക് വേണ്ടി ഒരു നിധി ആ മതിലിനു താഴെ സൂക്ഷിച്ചിരുന്നു. മതിൽ പൊളിഞ്ഞാൽ നിധി പുറത്ത് ആവുകയും ആ അനാഥ കുട്ടികൾക്ക് അത് ലഭിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നിർമ്മിച്ചത്. ഇതെല്ലാം കേട്ട മൂസ നബി അലൈഹിവസല്ലമക്ക് വളരെയധികം ദുഃഖം തോന്നി. ഈ സംഭവം സ്വഹാബികൾക്ക് വിവരിച്ചു കൊടുത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഇങ്ങനെ പറഞ്ഞതായി കാണാം. കിളർ നബി അലൈഹിവസല്ലമയുടെ കൂടെയുള്ള യാത്രയിൽ താൻ ആർജിച്ചെടുത്ത വിജ്ഞാനം മഹാസാഗരത്തിലെ ഏതാനും തുള്ളികളാണെന്ന് മൂസ നബി അലൈഹിവസല്ലമക്ക് ബോധ്യമായി. സൂറത്തുൽ കഹ്ഫിലാണ് ഈ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നത്.